സാമാന്യം ശക്തിയുള്ള നേതാവായിരുന്ന കേജ്രിവാളിനെ അസാമാന്യ ശക്തിയുള്ള നേതാവാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. നോക്കൂ, ഇന്നത്തെ ഈ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു ജനാധിപത്യ ജഡ്ജ്മെന്റ് വിധി എന്ന് പറയാം, ഒരു ഡെമോക്രാറ്റിക് ജഡ്ജ്മെന്റ് എന്ന് പറയാം. അതിന് നമുക്ക് മുൻമാതൃകകളൊന്നുമില്ലാത്ത വിധത്തിൽ നടത്തിയിട്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇന്ന് കോടതിയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതി പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യനീതിയും എല്ലാവർക്കും തുല്യ അവസരവും നൽകുന്നൊരു സംവിധാനം, ഒരു സാമൂഹിക വ്യവസ്ഥ എന്നാണ് അത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കാളികളാകാനുള്ള അവസരം ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മറുപുറം എന്താണ്? അതായത് തുല്യാവകാശം അല്ലെങ്കിൽ തുല്യനീതി എന്നുള്ളത് ഈ കവർ ചെയ്യപ്പെടുന്നൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് പറയാതെ പറയുകയല്ലേ കോടതി ചെയ്തിരിക്കുന്നത്? അത്തരമൊരു വ്യാഖ്യാനം ഈ വിധിയിൽ നിന്ന് സാധ്യമാണല്ലോ. അപ്പോൾ അത് ചെറിയൊരു ഇമ്പാക്റ്റ് അല്ല ഈ ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരും. എന്ന് മാത്രമല്ല, കോടതി ഉത്തരവിൽ കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഈ അറസ്റ്റിൻ്റെ ലീഗാലിറ്റി ഈസ് അണ്ടർ കൺസിഡറേഷൻ. അത് പരിഗണനയിൽ തന്നെയാണ്. ഇതിൻ്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട് ഈ അറസ്റ്റിൻ്റെ എന്നത് സംബന്ധിച്ചുള്ള വിഷയം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് കൂടി പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു. എന്താണ് ഈ മറ്റ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്? കോടതി തന്നെ അത് വിശദമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 1.5 വർഷം മുമ്പാണ് ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ 1.5 വർഷവും എടുക്കാത്ത ചില കാര്യങ്ങൾ, നീക്കങ്ങൾ, നടപടികൾ ഈ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ച് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് തന്നെ തെറ്റായൊരു നീക്കമായിരുന്നു എന്ന് കോടതി പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം കോടതി പറയുന്നത്, ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഇദ്ദേഹം ഒരു ക്രിമിനൽ അല്ല, ഇദ്ദേഹം ഒരു സെർവിങ് ചീഫ് മിനിസ്റ്ററാണ്, ഇദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ കൺവീനറാണ്. അങ്ങനെ ഒരാൾ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകേണ്ടതുണ്ട്, അതിൻ്റെ പ്രചരണത്തിൽ പങ്കാളിയാകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിയമത്തിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ നിരീക്ഷണം കോടതി നടത്തുകയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ അൺപ്രസിഡന്റഡ് ആണ്, ഇതിനൊന്നും ഒരു മുൻമാതൃകയല്ല. എന്തുകൊണ്ട് കോടതിക്ക് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്താൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായി കാണുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്, രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. EDയെ ഉപയോഗിച്ച്, CBIയെ ഉപയോഗിച്ച്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയെല്ലാം ഒന്നുകിൽ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഭീഷണിപ്പെടുത്തി മറുകണ്ഠം ചാടിക്കുക, അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുക. ഇതൊരു പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ ചർച്ചാ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, ഒരു ഭരണകൂടമാണ് NDA സർക്കാർ എന്ന് പറയുന്നത്. ഇതൊക്കെ കോടതിയുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണമല്ലോ. കാരണം ഇന്നിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അക്യൂസേഷൻ മാത്രമാണ്, അല്ലേ? കുറ്റാരോപണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രചാരണത്തിൽ പങ്കെടുക്കട്ടെ, എന്നിട്ട് ജനാധിപത്യത്തിൽ ഒരു നേതാവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് തേടി എല്ലായിടത്തും പോകാം, വോട്ടിന് വേണ്ടി പ്രചാരണം നടത്താം, ഒരു വിലക്കുകളും ഈ പറയുന്ന കാര്യങ്ങളിനകത്തൊന്നും അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇത് കോടതി ഈ പറയുന്ന ഇന്ത്യയിൽ നിലവിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ ഇത് BJPക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും വലിയ തിരിച്ചടിയാകും. ഇന്ത്യയിലെ ചിന്തിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് കോടതി അരവിന്ദ് കെജ്രിവാളിനെ ഈ സമയത്ത് പുറത്തേക്ക് വിട്ടു? അതായത് കോടതിക്ക് ബോധ്യമുണ്ട് ഈ കാര്യങ്ങളിൽ, അതായത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഒരു സമയത്ത് ജയിലിൽ പിടിച്ചിടേണ്ട ഒരാളല്ല എന്ന് കോടതി പറയുന്നു. അപ്പോൾ കോടതി അങ്ങനെ നിരീക്ഷിക്കുന്നുവെങ്കിൽ ആ കൃത്യം ചെയ്ത ആളുകൾ, അവരുടെ മോട്ടീവ് എന്തായിരുന്നു, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാഭാവികമായ ചർച്ചയും ആശങ്കയും ഒക്കെ ഉണ്ടാവില്ലേ? അത് ആർക്കെതിരായി ഭവിക്കുകയാണ്? അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും വളരെ വളരെ സ്ട്രാറ്റജിക്കലായ എറേഴ്സ് വരുത്തിയ ഒരു പ്രധാനമന്ത്രിയും നേതാവുമാണ് നരേന്ദ്രമോദി. ഒരു കാര്യം ഞാൻ പറയാം,
തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴല്ലേ ഇവിടുത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? എന്തൊരു ആക്റ്റാണത്! ഏതെങ്കിലും ഒരു ഭരണാധികാരി, ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ തനിക്കെതിരായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം ടോർപ്പിഡോ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. ഞങ്ങൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കാൻ പോലും പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? അതിനുശേഷമാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഹേമന്ത് സോറൻ്റെയും അറസ്റ്റ് നടക്കുന്നത്. അതായത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, തങ്ങൾക്കെതിരെ അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അതുകൊണ്ട് അവരെ പിടിച്ച് ജയിലിലിടാൻ തീരുമാനിക്കുന്നു. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ വളരെ അത്ഭുതകരമായൊരു കാര്യമായിരുന്നല്ലോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടി സഖ്യമുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അത് നടക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇന്ത്യ ബ്ലോക്കിൽ അവർ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ കൂടിയും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും അത്തരത്തിലൊരു സഖ്യമുണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അത്ഭുതകരമായ ആ സഖ്യമുണ്ടായി എന്ന് മാത്രമല്ല, ഏറ്റവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന, തോളോട് തോൾ ചേർന്ന് നിന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രവർത്തിക്കുന്നൊരു കാഴ്ച കണ്ടപ്പോൾ നിശ്ചയമായും ആ നിമിഷമാണ് ഈ പറയുന്ന മോദി തീരുമാനമെടുത്തിരിക്കുന്നതെന്നേ. കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടാക്കുമായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല അടിയന്തരമായി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നതിന് കിട്ടിയ ശിക്ഷയാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ നിയമ സംവിധാനം കണ്ണു തുറന്നു വെക്കുകയും നീതിന്യായ വ്യവസ്ഥ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഒരു മാതൃക തന്നെ ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇതൊരു ചെറിയ വെല്ലുവിളിയല്ല ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ബി ജെ പി, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു വരുന്നതിനെ ആദ്യം മുതൽ തന്നെ ഭയന്നിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. ഈ 7 സീറ്റുകളും 2019 ബി ജെ പി ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി വിജയിച്ച സീറ്റുകളാണ്. എന്നാൽ അതിൽ 6 സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. 2024 വരുമ്പോൾ നമ്മളത് ആലോചിക്കണം. മനോജ് തിവാരി എന്ന് പറയുന്ന ഏക സിറ്റിംഗ് എം പിക്ക് മാത്രമാണ് ഇപ്രാവശ്യം ബി ജെ പി ഡൽഹിയിൽ സീറ്റ് നൽകിയിരിക്കുന്നത്. ബാക്കി 6 പേര് ചെറിയ ആളുകളാണോ? മീനാക്ഷി ലേഖി, അഭിനവ ഉമാഭാരതി എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. വാ തുറന്നാൽ വർഗീയതയും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നും പറയത്തില്ല. മീനാക്ഷി ലേഖിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ഗൗതം ഗംഭീർ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖമാണല്ലോ, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. ഹർഷവർദ്ധൻ, യഥാർത്ഥത്തിൽ ഡൽഹിയിലെ ബി ജെ പി എന്ന് പറഞ്ഞാലുണ്ടല്ലോ മദൻലാൽ ഖുറാന, സാഹിബ് സിംഗ് വർമ്മ, ഹർഷവർദ്ധൻ എന്നൊക്കെ പറയുന്ന നേതാക്കളാണ്. അതിൽ ഹർഷവർദ്ധന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രമേഷ് ബിദൂരി ഏറ്റവും അവസാനം ഉണ്ടാക്കിയ പ്രശ്നം എന്താണ്? ഡാൻഷലിക്കെതിരായിട്ട് ലോക്സഭയിൽ ബഹളമുണ്ടാക്കിയതിൻ്റെ പേരിൽ പ്രശ്നത്തിൽ ആയ ഒരാളാണ്. അതേപോലെ തന്നെ ഹൻസ്, ഡൽഹിയിലെ ബി ജെ പിയുടെ നെടുന്തൂണാണ് ഹൻസ്. ഇങ്ങനെയുള്ള 6 പ്രഗത്ഭരായ ആളുകൾക്കാണ് ഡൽഹിയിൽ സിറ്റിംഗ് എം പിമാരായിട്ടുള്ള ആളുകൾക്കാണ് സീറ്റ് കൊടുക്കാതിരുന്നത്. ഇവർ ആരുടെയും വിജയം മോശപ്പെട്ട വിജയമായിരുന്നില്ല. 2019 ഇവരെല്ലാം എബോവ് 50% ആണ് ഇവരുടെ മാർജിൻ. 50%, 52%, 53% ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്നവരാണ് ഞാൻ ഈ പറഞ്ഞ 6 പേരുകാർ. എന്തുകൊണ്ടാണ് ഈ 6 പേരുകാർക്ക് ബി ജെ പി സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുക്കാതിരുന്നതിൻ്റെ ഒറ്റ കാരണം എന്താ അറിയോ? ഈ 6 പേരും തോറ്റുപോകും എന്നുള്ളതുകൊണ്ടാണ്. വിജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നിശ്ചയമായും നിങ്ങൾ സീറ്റ് കൊടുക്കില്ലേ? ഓരോ സീറ്റും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമല്ലേ? അപ്പോൾ ഈ 6 പേർക്കെതിരെ ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് കണ്ടെത്തുന്ന ബി ജെ പി 6 പേർക്ക് മത്സരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം പുഷ്പം പോലെ ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചു വരാൻ പോകുന്നു എന്ന് ആദ്യം തന്നെ കൃത്യമായ റിപ്പോർട്ടുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി. അപ്പോഴാണ് ബി ജെ പിയും കോൺഗ്രസും കൂടി ഐക്യത്തിൽ വരുന്നത്. അതോടുകൂടി പ്രശ്നമായി. അപ്പോൾ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. അത് ബൂമറാങ് ചെയ്തല്ലോ. ഇനിയിപ്പം നോക്കൂ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം പ്രേക്ഷകരെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? ഹനുമാൻജിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇത് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ കാര്യമല്ല. അതിനു മുമ്പ് തന്നെ ഒരു വിശാലമായ വാർത്താ സമ്മേളനം ബി ജെ പിയുടെ, ആം ആദ്മി പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന അതിഷി അടക്കമുള്ള എല്ലാ നേതാക്കളും കൂടി നടത്തിയിരുന്നു. അവരെല്ലാം ആദ്യം പറയുന്ന വാക്കെന്ന് പറയുന്നത് ഹനുമാൻജിയുടെ അനുഗ്രഹമാണ്. പിന്നെ സുപ്രീം കോടതിയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഒപ്പം സാക്ഷാൽ ഹനുമാൻജിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഈ ഹനുമാൻജിയുടെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഡൽഹിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഹനുമാൻ ഭക്തരാണ്. നിങ്ങൾക്ക് ഈ ഡൽഹിയിലെ ഓഫീസുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ മുറുക്കി തുപ്പുന്നൊരു പരിപാടിയുണ്ട്. ഇവർ വലിയ രീതിയിൽ പിന്നെ ഈ ഹാൻഡ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇവർ ഈ മുറുക്കി തുപ്പാതിരിക്കാനായിട്ട് ഹനുമാൻ്റെ പടം വരച്ച് വയ്ക്കും. ഹനുമാൻ്റെ പടം വരച്ച് വിത്തുകളിലൊക്കെ വയ്ക്കും, താഴെയൊക്കെ കോർണേഴ്സിലൊക്കെ ഈ മൂലകളിൽ വയ്ക്കും. എന്തിനത്? അവിടെ ഹനുമാൻ്റെ പടം കണ്ടാൽ മുറുക്കി തുപ്പില്ല. അത്ര ഭക്തിയും ഭയവും ബഹുമാനവും ഒക്കെയാണ് ഈ ഹനുമാൻ എന്ന് പറയുന്ന ബിംബത്തോട് ഡൽഹൈറ്റ്സിനുള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ ഹനുമാൻ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ ഇതിന് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യും. അതുകൂടാതെ ഈ പറയുന്ന ഒരു വിക്ടിം പരിവേഷവും കൂടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ
സാമാന്യം ശക്തി ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അസാമാന്യ ശക്തിയുള്ളൊരു നേതാവാക്കി. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെക്കാളും ശ്രദ്ധയോടെ ഇനി ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു നേതാവ് പോലുമായിട്ട് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ അടുത്ത 4 ഘട്ടത്തിലേക്ക് വരാം. അത് ഞാൻ പറയുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഇനി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാവില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നത് എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രചാരണം നടത്തുന്ന നല്ല കമ്മ്യൂണിക്കേറ്ററുമാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വലിയ ഇമേജ് ഉണ്ടാകും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 1977 രാംലീല മൈതാനിയിൽ ഒരു വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ബാബു ജഗജീവൻ റാം, മൊറാർജി ദേശായി, ലാൽ കൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, ഇങ്ങനെ എച്ച് എൻ ബഹുഗുണ, ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് 77 ഇന്ദിരാഗാന്ധി ഇവരെ ജയിൽ മോചിതരാക്കിയതിന് ശേഷം നടത്തിയൊരു വലിയ സമ്മേളനമുണ്ട് രാംലീല മൈതാനിയിൽ. ആ സമ്മേളനം ഇന്ത്യയുടെ ചരിത്രം തീരുമാനിച്ചു എന്നുള്ളതാണ്, ഭാവി രാഷ്ട്രീയം തീരുമാനിച്ചു. 77 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അടക്കം പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ജയിലിലൊക്കെ പിടിച്ച ആളുകളെ ഇട്ട് കളയുന്ന ശക്തരായ ഭരണാധികാരികളെ പിന്തുണയ്ക്കും കേട്ടോ, ജനം പിന്തുണയ്ക്കും. പക്ഷേ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും, അവരെ ഇഷ്ടവുമാണ്. പക്ഷേ എപ്പോഴാണ് ഈ ശക്തനായ ഭരണാധികാരി ഏകാധിപതിയായി പരിവർത്തിക്കപ്പെടുന്നത്, ആ നിമിഷം ജനം അവർക്കെതിരാവും. അത് ബോധ്യമുള്ള ആളുകളാണ്, അത് കണ്ടാൽ മനസ്സിലാകുന്ന ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അവർ വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് വടക്കേനുള്ള ആളുകൾ. ആ അർത്ഥത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, രാജ്യവ്യാപകമായിട്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സാമാന്യം മാത്രം ശക്തി ായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അസാമാന്യ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയതിൻ്റെ ഏക ഉത്തരവാദി നരേന്ദ്രമോദിയാണ്. അടുത്ത ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അതിന് വലിയ വില BJPക്ക് നൽകേണ്ടി വരും. ശരി. Meet the editors.